ഫിൻജാൻ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി 13 മരണം. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായെന്ന് സംശയിക്കുന്നവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഇപ്പോൾ 2 മൃതദേഹം ലഭിച്ചു എന്ന ഏറ്റവും പുതിയ വിവരം വരുന്നുണ്ട്. പുതുച്ചേരിയിൽ ദുരിതബാധിതർക്ക് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചു. പുതുച്ചേരിയിൽ 5ഉം ചെന്നൈയിൽ 4ഉം മരണം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവണ്ണാമലയിൽ 3 പേർ മരിച്ചത്. വേലൂരിൽ വെള്ളക്കെട്ടിൽ വീണ യുവാവ് മരിച്ചു. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 7 പേർ മണ്ണിലടിയിലായെന്ന് സംശയമുണ്ട്. അണ്ണാമലയാർ സ്വദേശിയായ രാജ്കുമാറിനും കുടുംബത്തിനുമായി ഇന്നലെ രാത്രി മുതൽ തെരച്ചിൽ നടത്തുകയാണ്. പ്രദേശത്താകെ ചെളി നിറഞ്ഞതിനാൽ മണ്ണുമാന്തി യന്ത്രം ഉച്ചയോടെയാണ് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. കൃഷ്ണഗിരിയിലും കനത്ത മഴയാണ് പെയ്തത്. സേലം തിരുപ്പത്തൂർ ഹൈവേയിലെ ഉത്തൻകരൈ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും മുങ്ങി. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും കടലൂരിലും വീടുകളിൽ നിന്ന് വെള്ളമിറങ്ങി തുടങ്ങി. വിഴുപ്പുറത്തും കടലൂരിലുമായി 4000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. തിരുവണ്ണാമലയിൽ 147 ക്യാമ്പുകളിലായി 7776 പേർ കഴിയുന്നുണ്ട്. റേഷൻ കാർഡുള്ള എല്ലാ കുടുംബങ്ങൾക്കും 5000 രൂപ വീതം പുതുച്ചേരി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. വീട് നഷ്ടമായവർക്കും കൃഷി നശിച്ചവർക്കും പ്രത്യേകം നഷ്ടപരിഹാരം നൽകും. വിഴുപ്പുറത്ത് ട്രാക്കുകളിൽ വെള്ളം കയറിയതിനാൽ 10 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. 24 ചെന്നൈ.